അപ്പോൾ ഫൈനലി എൻ്റെ വെഡിങ് കാർഡ് പർച്ചേസ് ചെയ്യാൻ വേണ്ടി പോവാണ് ഗൈസ്. അപ്പോൾ പുറത്തിറങ്ങിയപ്പോൾ നല്ല മഴയാണ്. ഇനിയിപ്പോൾ കോട്ടൊക്കെ ഇട്ട് സെറ്റ് ചെയ്ത് വേണം പോകാനായിട്ട്. ഭയങ്കര എക്സൈറ്റ്മെൻറ്റും ത്രില്ലും എന്താ പറയുക. ആഹാ, കോട്ടൊക്കെ ഇട്ട് സെറ്റായി. ഇത് മാമൻ്റെ ഹെൽമെറ്റാണ്. സംഭവം ഇത് വെച്ചാൽ മുഖമൊന്നും നനയില്ല, എൻ്റെ ഐലൈനർ ഒന്നും ഒലിച്ച് പോകത്തില്ല. അതുകൊണ്ടിട്ട് എൻ്റെ ഹെൽമെറ്റിൽ ഗ്ലാസ് ഇല്ല ഗൈസ്. അപ്പോൾ സംഭവം എന്താണല്ലേ, ചേട്ടൻ ഫോട്ടോ എടുത്തിട്ട് ചെറുതായിപ്പോയെന്നും പറഞ്ഞ് അമ്മ കളിയാക്കുമായിരുന്നു. അങ്ങനെ ഞങ്ങൾ ആദ്യം ഒരു ഷോപ്പിൽ വന്ന് പിന്നെ ഈ കോട്ട് കുതിരാടമൊക്കെ അഴിച്ച് വെച്ചിട്ട് വേണം നമുക്ക് ഉള്ളിൽ കയറാനായിട്ട്. ആ ചേട്ടൻ ഒരുപാട് കാർഡ്സ് കാണിച്ചത്, അതിൽ ഒന്ന് രണ്ടെണ്ണം ഞങ്ങൾ സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. എനിക്കെന്ന് പറഞ്ഞാൽ കാണാൻ സിമ്പിളും എന്നാൽ ഒരു ക്യൂട്ട്നെസ്സൊക്കെ ഉള്ള റേറ്റൊക്കെ കുറഞ്ഞൊരു കാർഡാണ് ഇഷ്ടം. കാരണം നമ്മൾ ഒരുപാട് റേറ്റിൻ്റെ കാർഡ്സൊന്നും എടുക്കേണ്ട ആവശ്യമില്ല. വായിച്ച് കഴിഞ്ഞിട്ട് കീറി കളയുന്നൊരു സാധനമാണ്. ഇപ്പം നമ്മുടെ കാർഡ് ആരും സൂക്ഷിച്ച് വെക്കത്തില്ല. അപ്പം അതുകൊണ്ട് ആ ഒരു ഇതിൽ നോക്കി ഞങ്ങളൊരു കാർഡ് സെലക്ട് ചെയ്തിട്ടുണ്ട്. ഈ ഫസ്റ്റ് കയറി ഈ ഷോപ്പിൽ നിന്ന് തന്നെയാണ് ഞങ്ങൾ കാർഡ് സെലക്ട് ചെയ്തത്. എങ്കിൽ കൂടി ഞങ്ങൾ അതിന് മുന്നേ തന്നെ ആദ്യം 1-2 ഷോപ്സിലൊക്കെ പോയായിരുന്നു. അപ്പം അത് കഴിഞ്ഞൊരു ഷോപ്പിൽ കയറിയതാണിത്. ഇതിവിടെ വന്നപ്പോൾ ഇവർ നമുക്ക് പണ്ടത്തെ ടൈപ്പിക്ക് ഇത് കണ്ടപ്പോഴേ വേണ്ടാന്ന്. കാരണം പണ്ടത്തെ ദൈവത്തിൻ്റെയൊക്കെ പിക്ചേഴ്സൊക്കെ വരുന്ന കാർഡായിരുന്നു. അത് ഞങ്ങൾ അടുത്തൊരു ഷോപ്പിൽ കയറി. എൻ്റെ പൊന്നി ഇവിടെ ഭയങ്കര കത്തി റേറ്റാണ്. ഒരു കാർഡിനൊക്കെ 50 രൂപ എവിടുത്തെ ചേട്ടൻ പറയുന്നത്. ഞങ്ങളപ്പോൾ തന്നെ പറഞ്ഞു വേണ്ട, ഞങ്ങൾ വേണ്ടാന്ന് പറഞ്ഞാൽ ഞങ്ങൾ നോക്കിയിട്ട് വിളിക്കാമെന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ പതുക്കെ അവിടെ നിന്ന് വലിഞ്ഞ് അത് കഴിഞ്ഞ് ഞങ്ങൾ മുന്നത്തെ കടയിൽ തന്നെ പോയി കാർഡ് സെലക്ട് ചെയ്ത്. കാർഡ് ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ കാണിക്കാം. തിരിച്ച് വരുന്ന സമയത്ത് ഞങ്ങൾ പിന്നെ ഒരു ചായയും അടയൊക്കെ കഴിച്ച് വീട്ടിൽ വന്നു. ടാറ്റാ.